വൈവിധ്യങ്ങളുടെ രാജ്യമായാണ് ഇന്ത്യയെ ലോകമറിയുന്നത്. വ്യത്യസ്ത മതങ്ങളും ഭാഷകളും ആശയങ്ങളും നിലനിൽക്കുന്ന ഒരു രാജ്യം. എന്നാൽ ഈ വൈവിധ്യങ്ങൾക്കിടയിൽ തന്നെയാണ് വിദ്വേഷവും വിഭജനവും വളർത്തുന്ന പ്രചാരണങ്ങൾ പൊതുസമൂഹത്തിൽ കൂടി വരുന്നത്. ഇന്ത്യയിൽ ഓരോ വർഷം കൂടുന്തോറും വെറുപ്പും വിദ്വേഷവും പടർത്തുന്ന പ്രചാരണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലെ മുഖമില്ലാത്ത ആൾക്കൂട്ടങ്ങളല്ല, മറിച്ച് രാഷ്ട്രീയ പാർട്ടികളിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്നവരാണ് വിദ്വേഷ പ്രചാരകരുടെ പട്ടികയിൽ മുൻപിലുള്ളത്. ഇന്ത്യ ഹേറ്റ് ലാബിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇതിന് അടിവരയിടുന്നതാണ്. ഇന്ത്യയിൽ കഴിഞ്ഞ ഒരു വർഷമുണ്ടായ മൊത്തം വിദ്വേഷ പ്രചാരണങ്ങളുടെ കണക്കുകളാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. വാഷിംഗ്ടൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വതന്ത്ര ഗവേഷണ സ്ഥാപനമായ സെന്റർ ഫോർ സ്റ്റഡി ഓഫ് ഹേറ്റിന്റെ ഇന്ത്യ ഹേറ്റ് ലാബ് പ്രോജക്ട് ജനുവരി 13-നാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. ന്യൂനപക്ഷങ്ങൾക്കെതിരായ വിദ്വേഷ പ്രസംഗങ്ങളിൽ 88% നടന്നത് BJP ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിലാണെന്ന് ഇന്ത്യ ഹേറ്റ് ലാബിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒരു ദിവസം ശരാശരി 4 വിദ്വേഷ പ്രസംഗങ്ങളാണ് ഇത്തരത്തിൽ രാജ്യത്ത് നടന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷം മാത്രം ഇന്ത്യയിൽ നടന്നത് 1318 വിദ്വേഷ പ്രസംഗങ്ങൾ. ഇതിൽ 1163 എണ്ണവും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ. വിദ്വേഷ പ്രചാരകരുടെ ലക്ഷ്യം കൂടുതലും മുസ്ലിങ്ങൾ തന്നെ. മൊത്തം റിപ്പോർട്ട് ചെയ്യപ്പെട്ട വിദ്വേഷ പ്രസംഗങ്ങളിൽ 98% മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ 12% വർധനമാണ് ഇതിലുണ്ടായിട്ടുള്ളതെന്ന് ശ്രദ്ധിക്കണം. ഹിന്ദു ഭൂരിപക്ഷ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയായ നുഴഞ്ഞുകയറ്റക്കാരായാണ് പ്രസംഗങ്ങളിൽ അവർ മുസ്ലിങ്ങളെ അടയാളപ്പെടുത്തുന്നത്. കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ട മുഴുവൻ വിദ്വേഷ പ്രസംഗങ്ങളുടെയും ഉള്ളടക്കം ഇങ്ങനെയൊക്കെ തന്നെ. ഹിന്ദു സംസ്കാരത്തെ ആക്രമിക്കുന്നവരായാണ് ഈ പ്രസംഗങ്ങൾ ന്യൂനപക്ഷത്തെ ചിത്രീകരിക്കുന്നത്. മുൻകാലങ്ങളിൽ എന്ന പോലെ ജിഹാദ് പോലുള്ള പരാമർശങ്ങളിലൂടെ തന്നെയാണ് പ്രചാരണങ്ങൾ. ലവ് ജിഹാദ്, ഭൂമി ജിഹാദ് തുടങ്ങിയ പരാമർശങ്ങൾ ഇതിന്റെ ഭാഗമാണ്. ആരാധനാലയങ്ങൾ നിർമ്മിച്ചും കൂട്ടപ്രാർത്ഥനകൾ സംഘടിപ്പിച്ചും പൊതുഭൂമിയും വനഭൂമിയും സർക്കാർ ഭൂമിയും മുസ്ലിങ്ങൾ കയ്യേറുന്നു എന്ന് അവകാശപ്പെടുന്ന ഗൂഢാലോചന സിദ്ധാന്തത്തിന്റെ പേരാണ് ഭൂമി ജിഹാദ്. ചിതലുകൾ, ഇത്തിക്കണ്ണികൾ, പ്രാണികൾ, പന്നികൾ, ഭ്രാന്തം പട്ടികൾ, പച്ചപ്പാമ്പുകൾ, ചോരക്കുതിയന്മാരായ സോംബികൾ തുടങ്ങിയ അധിക്ഷേപകരമായ വാക്കുകളാണ് ന്യൂനപക്ഷങ്ങളെ വിശേഷിപ്പിക്കാൻ ഇവർ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത്തരം പദപ്രയോഗങ്ങൾ ഉൾപ്പെടുന്ന 141 വിദ്വേഷ പ്രസംഗങ്ങളാണ് കഴിഞ്ഞ വർഷം നടന്നത്. ഏറ്റവും അധികം വിദ്വേഷ പ്രസംഗങ്ങൾക്ക് വേദിയൊരുക്കിയത് വിശ്വ ഹിന്ദു പരിഷത്ത്, ബജ്രംഗ് ദൾ എന്നീ പരിവാർ സംഘടനകളാണ്. റിപ്പോർട്ട് ചെയ്യപ്പെട്ട മൊത്തം വിദ്വേഷ പ്രസംഗങ്ങളിൽ 22% സംഘടിപ്പിച്ചത് ഇവരാണ്. ഉത്തർപ്രദേശിലാണ് കൂടുതൽ ഹെയ്റ്റ് സ്പീച്ചുകളും നടന്നിട്ടുള്ളത്, 266 എണ്ണം. മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും 172, ഉത്തരാഖണ്ഡിൽ 155, ഡൽഹിയിൽ 76. ഏറ്റവും കൂടുതൽ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയ വ്യക്തികളിൽ ഒന്നാമത് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയാണ്. 71 ഹെയ്റ്റ് സ്പീച്ചുകളാണ് ഇയാൾ നടത്തിയിട്ടുള്ളത്. പട്ടികയിൽ ആദ്യ 10-ലുള്ളവരെല്ലാവരും BJPയുടെ മന്ത്രിമാരോ സംഘപരിവാറുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള വ്യക്തികളോ ആണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഈ 10-ലുണ്ട്. മുസ്ലിം വിരോധത്തോടൊപ്പമില്ലെങ്കിലും ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അസഹിഷ്ണുതയും അക്രമങ്ങളും കഴിഞ്ഞ വർഷം ഗണ്യമായി കൂടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അനധികൃത ഭൂമികളിൽ പള്ളികൾ നിർമ്മിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. ആ പള്ളികൾക്ക് നേരെയും ബാബരി മസ്ജിദ് മാതൃക നടപ്പാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ വർഷം വിശ്വ ഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ച ശൗര്യയാത്രയിൽ ആസാദ് പ്രേം സിംഗ് എന്ന ബജ്രംഗ് നേതാവ് സംസാരിച്ചത് ഇങ്ങനെയായിരുന്നു. കഴിഞ്ഞ വർഷം മാത്രം 162 വിഷപ്രചാരണങ്ങളാണ് ക്രിസ്ത്യാനികൾക്കെതിരെ നടന്നിട്ടുള്ളത്. രാജ്യത്തെ പല ഭാഗത്തു നിന്നുമുള്ള ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ ബഹിഷ്കരണം നേരിട്ട വർഷമായിരുന്നു 2025. അതോടൊപ്പം പള്ളികൾ വ്യാപകമായി തകർക്കപ്പെടുകയും പുരോഹിതരും കന്യാസ്ത്രീകളും ആക്രമിക്കപ്പെടുകയും ചെയ്തു. ഏപ്രിൽ മാസത്തിൽ നടന്ന രാം നവമി ആഘോഷത്തിന്റെ ഭാഗമായുള്ള ഘോഷയാത്രകളും പഹൽഗാം ഭീകരാക്രമണവും വിദ്വേഷ പ്രചാരണങ്ങളുടെ പ്രഭവ കേന്ദ്രങ്ങളായിരുന്നുവെന്ന് റിപ്പോർട്ട് നിരീക്ഷിക്കുന്നുണ്ട്. പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സജീവമായ സംഘർഷങ്ങൾ തുടങ്ങുന്നതുവരെയുള്ള കാലയളവിൽ 98 വിദ്വേഷ പ്രചാരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പൊതുവേദികളിലും സമ്മേളനങ്ങളിലും നടത്തുന്ന വിദ്വേഷ പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടി വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങളും ഇവർ തീവ്രമായി നടത്തുന്നുണ്ട് എന്ന് കാണാം. ഓൺലൈനായുള്ള പ്രചാരണം കൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് നേരിട്ടുള്ള സമ്മേളനങ്ങളിലും ജാഥകളിലും പ്രസംഗങ്ങൾ നടത്തുന്നതെന്നാണ് റിപ്പോർട്ട് വിലയിരുത്തുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമുമാണ് ഏറ്റവും അധികം ഹെയ്റ്റ് സ്പീച്ചുകൾക്ക് വേദിയായത്. ഇത്തരം വീഡിയോകൾ ആദ്യം ഫേസ്ബുക്കിൽ ലൈവ് സ്ട്രീം ചെയ്യുകയും പിന്നീട് ചെറിയ റീലുകളായി ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുകയാണ് ഇവരുടെ രീതി. ഇന്ത്യ ഹേറ്റ് ലാബ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഈ ആസൂത്രിത വിദ്വേഷത്തിന്റെ പ്രതിഫലനങ്ങൾ നമ്മുടെ കേരളത്തിലും ദൃശ്യമാണ്. സാമൂഹ്യ മാധ്യമങ്ങൾ വെറുപ്പിന്റെ ഇടങ്ങൾ കൂടിയാകുന്നതിന് നിരവധി തെളിവുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടത്. സമീപ ദിവസങ്ങളിൽ ഒരു ഭവന പദ്ധതിയുടെ പേരിൽ നടന്ന വിദ്വേഷ പ്രചാരണം ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്. കൊച്ചിയിലെ തുരുത്തി ടവർ എന്ന പദ്ധതിയെ ലക്ഷ്യം വെച്ചായിരുന്നു ആ നീക്കം.
നഗരത്തിലെ ഭവനരഹിതർക്കായി നിർമ്മിച്ച തുരുത്തി ടവർ എന്ന ഫ്ളാറ്റ് സമുച്ചയം ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി മാത്രമുള്ളതാണ് എന്നതായിരുന്നു വലതുപക്ഷ ഹാൻഡിലുകളുടെ പ്രചാരണം. എന്നാൽ സത്യാവസ്ഥ അതല്ലായിരുന്നു. അർഹരായ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയുള്ള ഒരു പുനരധിവാസ പദ്ധതിയെയാണ് വർഗീയ ധ്രുവീകരണത്തിനായി ഇവരുപയോഗിച്ചത്. നമ്മുടെ വിദ്യാലയങ്ങളെയും ഈ വിദ്വേഷ പ്രചാരകർ വെറുതെ വിടുന്നില്ല എന്ന് കാണാം. കേരളത്തിലെ ഒരു സ്വകാര്യ സ്കൂളിലെ പെരുന്നാൾ ആഘോഷത്തിന്റെ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ഇവിടുത്തെ സർക്കാർ സ്കൂളുകളിൽ മതപഠനം നിർബന്ധമാക്കുന്നു എന്ന തരത്തിൽ പ്രചരിപ്പിച്ചു. കേരളത്തിന്റെ വിദ്യാഭ്യാസ മാതൃകയെയും മതനിരപേക്ഷതയെയും അവഹേളിക്കാനുള്ള വിദ്വേഷ ഗ്രൂപ്പുകളുടെ ആസൂത്രിത നീക്കം. ഇന്ത്യ ഹേറ്റ് ലാബ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് പോലെ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സൈബർ പ്രചാരണം. ഹിന്ദുത്വ ദേശീയത വിദ്വേഷ പ്രചാരണത്തെ പൂർണ്ണമായും അവരുടെ പ്രവർത്തന സംവിധാനത്തിന്റെയും പൊതുജീവിതത്തിന്റെയും ഭാഗമാക്കി കഴിഞ്ഞുവെന്ന മുന്നറിയിപ്പാണ് റിപ്പോർട്ട് നൽകുന്നത്. ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള വിവേചനത്തിനും ആക്രമണങ്ങൾക്കും ഇടയാക്കുന്ന ഗുരുതരമായ രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാകും ഇത് വഴിവെക്കുക. ഈ വിദ്വേഷ പ്രചാരണങ്ങളെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത്? അതിന് കുറുക്കുവഴികളില്ല. സത്യം തിരിച്ചറിയുക മാത്രമാണ് പോംവഴി. പ്രചരിക്കുന്ന വാർത്തകളിലെ നെല്ലും പതിരും തിരിക്കുകയാണ് OBCയുടെ ദൗത്യം. ഫാക്ട് ചെക്കിംഗ് ശാസ്ത്രീയമായി പഠിക്കാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ വർക്ക്ഷോപ്പുകളിൽ പങ്കെടുക്കാം. താഴെ കാണുന്ന ഇമെയിൽ ID-യിൽ ഞങ്ങളെ ബന്ധപ്പെടാം. വ്യാജ വാർത്തകളെയും വിദ്വേഷ പ്രചാരണങ്ങളെയും നമുക്ക് ഒന്നിച്ച് പ്രതിരോധിക്കാം.